സർ ഫസ്റ്റ് നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരാം. ഇത് റീജൻ മോഡ്സ് ആണ്, ഈ പ്ലസും മൈനസും. അതായത് റീജൻസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ചുരം കയറുന്ന സമയത്ത് നമ്മൾ പെട്രോൾ വണ്ടി ആണെങ്കിലും ഡീസൽ വണ്ടി ആണെങ്കിലും ഈവൻ EV ആണെങ്കിൽ പോലും നമുക്ക് മൈലേജ് കുറയും. അതായത് പെർസെൻറ്റേജ് നമുക്ക് സഡൻ ഡ്രോപ്പിംഗ് വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ആ ഒരു ചുരം ഇറങ്ങുന്ന സമയത്ത് റീജൻസ് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലസും മൈനസും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് നമ്മുടെ മോട്ടോർ ഓപ്പോസിറ്റ് കറങ്ങിയിട്ട് എന്ത് ചെയ്യും, ബാറ്ററിയിലേക്ക് ചാർജ് തിരിച്ച് കയറുന്നതിനാണ് നമ്മൾ റീജൻ എന്ന് വിളിക്കുക. അപ്പം സാറിന് ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ L1 കാണിക്കുന്നുണ്ടോ. അതായത് സാർ ആ ചുരം ഇറങ്ങുന്ന സമയത്ത് ഒരു 25% പിടുത്തത്തിലായിരിക്കും ആ ഇറങ്ങി വരുന്നുണ്ടാവും ആക്സിലേറ്ററിൽ നിന്ന് നമ്മൾ കാലെടുക്കുന്ന സമയത്ത്. ഇനി ഞാൻ ജസ്റ്റ് സ്വിച്ച് ചെയ്ത് കാണിച്ചു തരാം. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈവിലേക്ക് ഇടുക. ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഞാൻ പ്ലസ് അമർത്തുന്ന സമയത്ത് അവിടെ L1 മാറി L2 ആവും. ജസ്റ്റ് ഫോക്കസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പ്ലസ് അടിക്കുന്ന സമയത്ത് നേരെ L3 ആവും. അതായത് L2 എന്ന് പറഞ്ഞാൽ ഒരു 50% പിടുത്തത്തിലായിരിക്കും ആ ഇറങ്ങി വരുന്നുണ്ടാവുക. L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% പിടുത്തത്തിലായിരിക്കും ആ ഒരു ഇറങ്ങി വരുന്നുണ്ടാവുക. ഇനി സാറ് ഹൈവേയിലോ നോർമൽ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റീജൻസ് കംപ്ലീറ്റ് ഓഫ് ആക്കിയിട്ടിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. അതെങ്ങനെ വെച്ചാൽ മൈനസ് നമ്മൾ നെക്കി കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറഞ്ഞു വരും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ സാറിന് കാണാൻ വേണ്ടി പറ്റും. ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അങ്ങനെയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓഫാക്കി കൊടുത്തു. നോർമൽ ഹൈവേസിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നോർമൽ റോഡുകളിൽ ഓടിക്കുമ്പം കുറച്ചും കൂടി മൈലേജ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സാർ എന്ത് ചെയ്യുക, ഓഫാക്കിയിട്ടിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫാക്കി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓഫാക്കി ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് കാലെടുക്കുമ്പോൾ വണ്ടി ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അതായത് ഹൈവേയിലോ അല്ലെങ്കിൽ നമ്മളിപ്പം നോർമൽ റോഡുകളിൽ ഓടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്ത് കാലെടുക്കുമ്പോൾ വണ്ടി ഒരു ഫ്ലോയിൽ പോകും. നേരെ കുറച്ച് സാല L1 ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് വണ്ടി സ്ലോ ഡൗൺ ആവും ആക്സിലേറ്റർ വന്ന് നമ്മൾ കാലെടുക്കുമ്പം. അതുകൊണ്ടാണ് ഓഫാക്കുന്നത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 പെഡൽ ഡ്രൈവ് ആണ്. അതായത് നമ്മൾ ബ്ലോക്കിലൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1 പെഡൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് ഒരു ആക്സിലേറ്റർ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിലേക്ക് ഇട്ടു. ജസ്റ്റ് 1 പെഡൽ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്റ്റീവ് ആവുന്നൊന്ന് സാർ ശ്രദ്ധിച്ച് നോക്കണ്ടേ. ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 പെഡൽ ആക്റ്റീവായി. ഇപ്പം ഞാൻ ബ്രേക്ക് വന്ന് കാലെടുത്ത് കഴിഞ്ഞാലും വണ്ടി മുന്നോട്ട് പോകില്ല. നമുക്ക് എന്ത് ചെയ്യുക, ആക്സിലേറ്റർ യൂസ് ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് പോവുക. എപ്പോഴാണോ നമുക്ക് ബ്രേക്കിംഗ് ആവശ്യമുള്ളത് ആ സമയത്ത് ആക്സിലേറ്റർ വന്ന് കംപ്ലീറ്റ് കാലെടുത്താൽ വണ്ടി പൂർണ്ണമായിട്ട് നിൽക്കും. അതിനാണ് നമ്മൾ 1 പെഡൽ ഡ്രൈവ് എന്ന് പറയുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതും ഒരു റീജൻ മോഡായിട്ടാണ് വർക്ക് ചെയ്യുക. 1 പെഡൽ ഡ്രൈവ് നമ്മൾ ഹൈവേസിൽ മാത്രം, അതായത് ബ്ലോക്കുള്ള സമയത്ത് മാത്രമാണ് ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുക, ട്രാഫിക്കുള്ള സമയത്ത്. ഈ 1 പെഡൽ നമ്മൾ എങ്ങനെ ഓഫ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 പെഡൽ ആക്റ്റീവായി കിടക്കുന്നത് സാറിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ഡയറക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാറുന്നത് L3 ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു തവണ പ്രസ് ചെയ്തു. ഇവിടെ സാറിന് ശ്രദ്ധിച്ച് കാണാം L3 പോവുക. ഇതിപ്പോൾ ഇത് ആക്റ്റീവ് ആക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് നമ്മൾ നെക്കി കൊടുക്കുന്ന സമയത്ത് നേരെ L3 പോവും. വീണ്ടും നമ്മൾ L2 L1 ഓഫ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 1 പെഡൽ ഡ്രൈവ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റ് മോഡാണ്. നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്ത് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യും, റേസ് മോഡ് കിട്ടും. അതായത് ഫുൾ ടോർക്കും ഫുൾ പവറും യൂസ് ചെയ്ത് വണ്ടി മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ റേസ് മോഡ് എന്ന് വിളിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ബട്ടൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലക്സ കാര്യങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്സ നമുക്ക് കോൾ ചെയ്യാണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലക്സ ആക്റ്റീവ് ആവും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ സാറ് ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താവും, സിറി ആയിരിക്കും ആക്സസ് ആവുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ കോൾ എടുക്കാൻ വേണ്ടിയിട്ടും ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ FM AM ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ അത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏതാണോ നമുക്ക് ആവശ്യം അതിലെന്ത് ചെയ്യുക, വെച്ചിട്ട് നിർത്തി കൊടുക്കുക. അങ്ങനെയാണ് ഈ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പിന്നെ പാട്ടിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും സെൻറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് FM സ്റ്റേഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നാണ് ഈ ഒരു ഓപ്ഷനെ പറയുക. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്രൂയിസ് സെറ്റ് ചെയ്ത്, അതായത് നോർമൽ കാറുകളിലുള്ള ക്രൂയിസ് കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രൂയിസ് കട്ടായി പോകും. നേരെ മറിച്ച് നമ്മൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് ഒരു വണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ വണ്ടി മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സ്പീഡിലേക്ക് തിരിച്ചു കയറി. അതായത് മുന്നിൽ പോകുന്ന വണ്ടിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുക. ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാറിന് ഈ ഒരു ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ബാറായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി ഓണാക്കി ഓഫാക്കി കാണിച്ചു തരാം. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓണായി ഓഫ് ആവുകയും ചെയ്യും. ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൺ ആവുള്ളൂ ചെയ്യുക. ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ വരിക, നേരെ ആപ്സിലെടുക്കുക, ഓൾ എടുക്കുക, നേരെ ഡ്രൈവ് അസിസ്റ്റ് എടുത്ത് കൊടുക്കുക, ലൈൻ അസിസ്റ്റ് എടുക്കുക, അസിസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക, കൊളീഷൻ വാർണിങ്ങിലേക്ക് വരിക, അസിസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. എന്നതിൻ്റെ ശേഷം നമ്മൾ സ്ക്രീനിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ഈ ബട്ടൺ നമ്മളൊരു സ്പീഡ് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് സെറ്റ് ആക്കിയതിന് ശേഷം ഇത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്പീഡ് സെറ്റായി കിടക്കും. ഗ്രീൻ കളറിൽ നമുക്കൊരു സ്പീഡ് എന്ത് ചെയ്യും, സെറ്റായി കിടക്കും. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നിലേക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് സ്ലോ ആവും. ആ വണ്ടി മുന്നിൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രീൻ കളറിൽ സെറ്റ് ചെയ്ത് വെച്ചത് ഏതാണോ സ്പീഡ്, ആ സ്പീഡിലേക്ക് തിരിച്ച് കയറുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. വീണ്ടും ആ സ്പീഡിലേക്ക് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സ്പീഡിലേക്ക് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൻറ്റർ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ സ്പീഡിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ടും പറ്റും. അതിനാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യുക. ഇത് പിന്നെ സ്പീഡ് കൂട്ടാനും താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ, ഇത് ലൈൻ അസിസ്റ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും സാറിന്. ഓൺ ആക്കാനും ഓഫ് ആക്കാനാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ടല്ലോ, ഈ ഒരു ഓപ്ഷന്, അതായത് ഈ സെൻറ്ററിൽ കാണുന്ന ബാർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഫ്രണ്ടിലുള്ള വണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സെൻറ്ററിൽ കാണിക്കുന്ന ബാർ. അത് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ. ഞാനിത് സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബാർ ഇങ്ങനെ കുറഞ്ഞു വരും. ഈ കാണിക്കുന്ന ബാറ് കുറഞ്ഞ് ഇങ്ങനെ വരും. അതായത് ഒരു തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടിൻ്റെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും, 2 തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് 2 വണ്ടിൻ്റെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും, 3 തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് 3 വണ്ടിൻ്റെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ സാറിന് എന്ത് കാണണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ മെനുവിലാണ്. നമ്മൾ ജസ്റ്റ് മെനു എടുത്തു നേരെ ഈ ഒരു സാധനം താഴത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് താഴത്തേക്ക് ആക്കി കൊടുക്കുക. നമുക്ക് ഡ്രൈവ് അസിസ്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് വരിക, സെൻറ്റർ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവ് അസിസ്റ്റിലേക്ക് കൺവേർട്ട് ആവും. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ നാവിഗേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നാവിഗേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നാവിഗേഷനിലേക്ക് വരിക, നാവിഗേഷൻ എടുത്തു, സെർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ട് എടുക്കും. ഇപ്പോൾ EV ചാർജിങ് സ്റ്റേഷൻസ്, നിയറസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ കൊടുത്തു, ഡയറക്ഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ സ്ക്രീനിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് നാവിഗേഷൻ യൂസ് ചെയ്യുക. അത് നമ്മളിപ്പം ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്താൽ പോലും നമ്മൾ മാപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അനലറ്റിക്സ്, ഇത് നമ്മൾ ട്രിപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കറണ്ട് ട്രിപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പം കാർ സ്റ്റാർട്ട് ചെയ്തത് മുതലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇത് ഞാൻ ഈ ബട്ടണിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് A വരും, ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് B വരും. 2 ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ സൈഡിൽ കാണിക്കുന്ന കിലോമീറ്റർ ആക്യുറേറ്റ് ആയിരിക്കില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും, അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 100% ചാർജ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റീസെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു സ്ക്രീനിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉണ്ടോ, കംപ്ലീറ്റ് റീസെറ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, എന്താ പറയുക, ഒരു 100% ചാർജ് ആക്കിയിട്ട് ഒരു 20% എത്തുമ്പം എത്ര % ചാർജ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെനുവിൽ അനലിറ്റിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വൈപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം സ്പ്രേ ചെയ്തിട്ട് 2 തവണ വൈപ്പർ വർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുള്ളൂ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വൈപ്പറിൻ്റെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓഫ് എന്ന് പറഞ്ഞാണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്ടോ. ഒന്ന് താത്തി കഴിഞ്ഞാൽ ഓട്ടോ, അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈപ്പർ വർക്ക് ചെയ്യും. മഴ പെയ്യുന്നതിന് സെൻസ് ചെയ്തും കൊണ്ട് ഓട്ടോമാറ്റിക്കലി വൈപ്പർ വർക്ക് ചെയ്യുന്നതിനാണ് ഓട്ടോ എന്ന് പറയുക. ഞാൻ ഒന്നും കൂടി താത്തി കഴിഞ്ഞാലോ, ഒന്നും കൂടി താത്തി കഴിഞ്ഞാൽ ഹൈ, അങ്ങനെയാണ് വൈപ്പർ സെറ്റ് ചെയ്യുക. ഈ ഓട്ടോയിൽ ഈ സൈഡിൽ കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കലി സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ മഴ സെൻസ് ചെയ്തും കൊണ്ട് അതിൻ്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഇവിടെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറഞ്ഞ് വരുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓട്ടോയിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ലൈറ്റ് ഓൺ ആയി കിടക്കും. ഇവിടെ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, എപ്പോഴും ലൈറ്റ് ഓൺ ആയി ഇങ്ങനെ കിടക്കും. ഇതിട്ട് കഴിഞ്ഞാൽ പാർക്ക് ലൈറ്റ് ആണ്, അതായത് പാർക്കിംഗ് സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റാണ് പാർക്ക് ലൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോ, അതായത് നൈറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് വരുന്നതിനാണ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി താത്തി കഴിഞ്ഞാൽ ഓഫ്, അതായത് ലൈറ്റ് എപ്പോഴും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഓഫായി കിടക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഡമ്മിയാണ്, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടോ, ഫോഗ് ലാമ്പ് ഓൺ ആക്കുന്ന ഓഫ് ആക്കുന്നതാണ് ഈ ഒരു ബട്ടൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നൈനിയുടെ സ്റ്റിയറിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.